വിൻസെന്റ് ഷെയ്ഫെയർ ആയിരുന്നു കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ആദ്യം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹം അമേരിക്കൻ രസതന്ത്രജ്ഞനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമാണ്. എന്നാൽ ഈ രംഗത്തെ വിദഗ്ധർ ഇപ്പോൾ നിലനിൽക്കുന്നത് റഷ്യയും ഗൾഫ് രാജ്യങ്ങളുമാണ്. ഇവർ ഇടയ്ക്കിടെ വൻതോതിൽ കൃത്രിമ മഴ പെയ്യിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സംഭവം 1946 കണ്ടെത്തിയിട്ടും അമേരിക്കയ്ക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. അതിനാലാണ് അമേരിക്ക ഇപ്പോൾ കാട്ടുതീ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാം. കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെയാണ് അസാധാരണ കാട്ടുതീ വിഴുങ്ങിയത്. ഇത് വിതച്ചത് വലിയ നാശമാണ്. നരകത്തെക്കുറിച്ചുള്ള പുരാതന ഭാവനകളെല്ലാം അതേപടി പകർത്തിവെച്ചതുപോലെയായിരുന്നു ലോസ് ആഞ്ചൽസിൽ നിന്ന് പുറത്തു വന്ന കാഴ്ചകൾ. ആളിക്കത്തിയ തീ വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ നശിപ്പിച്ചാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ആകാശം മുട്ടെ കറുത്ത പുകയായിരുന്നു ഉയർന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കാര്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കാട്ടുതീയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. 1000-ലധികം കെട്ടിടങ്ങൾ കത്തിയമരുകയും ചെയ്തു. 1,00,000-ലധികം പേരെ നിലവിൽ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇറ്റലിയിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയ പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. ജനുവരി 9 വരെ മാത്രം മൊത്തം 30,000-ഓളം ഏക്കറാണ് പ്രധാനമായും കത്തി നശിച്ചിരുന്നത്. കാലിഫോർണിയയിലെ 6 ഇടത്തായിരുന്നു ആദ്യഘട്ടത്തിൽ തീ പടർന്നു പിടിച്ചത്. 15,832 ഏക്കറോളമാണ് ഇവിടെ മാത്രം തീ വിഴുങ്ങിയത്. 1% പോലും തീ അണയ്ക്കാനായില്ല. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലാണ് ആദ്യത്തെ തീപിടുത്തമുണ്ടായത്. ഈ മേഖലയിൽ 10,600 ഏക്കറിലധികം തീ പടർന്നു കയറി 1000-ലധികം കെട്ടിടങ്ങളാണ് ഇതിലൂടെ നശിച്ചത്. മാത്രമല്ല 5 പേർ കൊല്ലപ്പെട്ടതും ഈ പ്രദേശത്താണ്. നഷ്ടം $50 മില്യൺ അധികമാകുമെന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്ന അനുമാനം. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹെർസ്റ്റ് മേഖലയിൽ വലിയ തീപിടുത്തമുണ്ടായിരുന്നു. 850 ഏക്കറോളമായിരുന്നു ഇവിടെ കത്തിയമർന്നിരുന്നത്. വുഡ്ലി പാർക്കിനോട് ചേർന്നായിരുന്നു 4ാമത്തെ തീപിടുത്തം. വെഞ്ചൂറ കൗണ്ടിയിലെ ഒലിവാസിലെ തീപിടുത്തമായിരുന്നു 5ാമതുണ്ടായത്. ആക്ടൺ പ്രദേശത്തെ ലീഡിയ മേഖലയിലെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട സൺസെറ്റ് തീപിടുത്തമായിരുന്നു അടുത്തതായി ഉണ്ടായത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ കത്തി നശിക്കുകയും ചെയ്തു. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ പ്രധാന ശക്തി. തീ അണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചൽസിലെ കുടിവെള്ള വിതരണം കാര്യമായി പ്രതിസന്ധി നേരിടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അമേരിക്കൻ ഭരണകൂടം പകച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബൈഡൻ ഭരണകൂടം അമേരിക്കൻ ജനതയുടെ ശക്തമായ പ്രതിഷേധത്തെയാണ് തന്റെ അവസാന ഭരണനാടുകളിൽ നേരിടുന്നത്. ഒരു ദുരന്ത ഭരണകൂടമായി ഇതിനകം തന്നെ ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് അമേരിക്ക. ഈ അമേരിക്ക തന്നെ കാട്ടുതീക്ക് മുന്നിൽ പതറുമ്പോൾ ടെക്നോളജി രംഗത്തെ അവരുടെ കഴിവ് കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നതിലും ഒരു സംശയവുമില്ല. കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ മാത്രമല്ല കാട്ടുതീ വ്യാപിപ്പിക്കുന്നത് തടയുന്നതിലും അമേരിക്കൻ ടെക്നോളജി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ പരിമിതികൾ തുറന്നു കാട്ടുന്നവയാണ്. വ്യാഴാഴ്ച എക്സിലൂടെ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പ്രതികരിക്കുകയുണ്ടായി. ഡെമോക്രാറ്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കാട്ടുതീയോടെടുത്ത സമീപനത്തെ രൂക്ഷ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വിമർശിച്ചത്. കാലിഫോർണിയയിലെ പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ എക്സിലെ ഉപയോക്താക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി. യുക്രൈന് $500 മില്യൺ അധിക സൈനിക സഹായം അനുവദിക്കുന്നതിലായിരുന്നു ബൈഡൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അമേരിക്കൻ ജനതയുടെ ജീവന് പ്രാധാന്യം നൽകുന്നില്ല എന്നായിരുന്നു ഉയർന്നുവന്ന പ്രധാന ചോദ്യം. യുക്രൈൻ ഫയർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗിയർ റെസ്ക്യൂ ടൂളുകൾ ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നു. കാലിഫോർണിയയുടെ സ്വന്തം സേവനങ്ങൾക്ക് മുന്നിൽ മുഖം തിരിച്ചതാണ് വിമർശനത്തിന് പിന്നിലെ പ്രധാന കാരണമായിരിക്കുന്നത്. കാട്ടുതീയെ ചെറുക്കുന്നതിനുള്ള എല്ലാ ആവശ്യങ്ങളും നൽകുന്നതിൽ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടതായി ഡെമോക്രാറ്റുകൾക്കിടയിലും വലിയ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലോസ് ആഞ്ചൽസ് മേയർ കരെൻ ബാസ് കഴിഞ്ഞ വർഷം നഗരത്തിന്റെ അഗ്നിശമന വകുപ്പിന്റെ ബഡ്ജറ്റ് $17 മില്യൺ അധികമായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. വരാനിരിക്കുന്ന കാറ്റിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും വാരാന്ത്യത്തിൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തതിനും മേയറുടെ രാജി ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. മഴമേഘങ്ങളിൽ സിൽവർ അയോഡൈഡ് വിതച്ച് മേഘത്തിന്റെ ജലസാന്ദ്രത വർദ്ധിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. പ്രത്യേക വിമാനം ഉപയോഗിച്ച് മേഘങ്ങളിൽ രാസപദാർത്ഥം വിതറിയാണ് മഴ പെയ്യിപ്പിക്കുന്നതും. ഇതിനായി പ്രദേശത്തിന് വിവിധ ഭാഗങ്ങളിലായി മണിക്കൂറുകൾ വിമാനം പറത്തേണ്ടി വരികയും ചെയ്യും. വിമാനം, റാഡർ തുടങ്ങി ഇതിനുവേണ്ടി സാമഗ്രികൾ പ്രദേശത്ത് എത്തിക്കാനും മറ്റു കോടികളാണ് ചിലവ് വരിക. വിമാനത്തിന്റെ ചിറകുകളിൽ സിൽവർ അയോഡൈഡ് തിരികൾ ഘടിപ്പിച്ച് വിമാനമാണ് ഇതിനായി പ്രധാനമായി ഉപയോഗിക്കുന്നത്. റാഡറുകളുടെ സഹായത്താലാണ് മേഘങ്ങളെ കണ്ടെത്തുന്നത്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിനായി ഭൂമിയിൽ നിന്ന് 12,000 അടി ഉയരത്തിലുള്ള 2,000 മീറ്റർ ഘനവും
6 കിലോമീറ്റർ നീളമുള്ള മേഘങ്ങളാണ് ഉത്തമമെന്നാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം. മഴ പെയ്യ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന മേഘത്തിന്റെ താപനില -2 ഡിഗ്രിക്കും -14 ഡിഗ്രി സെൽഷ്യസിനും മധ്യേ ആയിരിക്കുകയും വേണം. മേഘത്തിൽ വരണ്ട ജലകണികകളെ സാന്ദ്രീഭവിപ്പിക്കാൻ ഗ്ലാഡിയോജനിക് എന്ന ഐസ് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന സിൽവർ അയഡിൻ ഡ്രൈ ഐസ് പ്രോ വൈൻ എന്ന ദ്രാവക രൂപത്തിലേക്ക് പ്രകൃതിവാതകം അതുപോലെ കാർബൺ ഡയോക്സൈഡ് എന്നിവ കലർത്തിയാണ് പ്രധാനമായി മഴ പെയ്യ്ക്കുന്നത്. ഉപ്പ്, യുറേനിയം, അമോണിയം നൈട്രേറ്റ് എന്നിവ ക്യാപ്സൂൾ രൂപത്തിൽ മേഘങ്ങൾക്കുമേൽ വിതറുകയും അപ്പോൾ സംഭവിക്കുന്ന രാസമാറ്റമാണ് മഴ പെയ്യിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കൃത്രിമ മഴ പെയ്യിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ക്ലൗഡ് സീഡിംഗ് എന്നും പറയും. ധാരാളം മേഘങ്ങൾ ഉണ്ടെങ്കിലും മഴ പെയ്യാത്ത അവസ്ഥയിലാണ് പ്രധാനമായും ക്ലൗഡ് സീഡിംഗ് കൂടുതൽ പ്രയോഗിക്കുക. മേഘപടലങ്ങളിലെ നീരാവി ഘനീഭവിച്ച് മഴത്തുള്ളികളായി മാറുന്നില്ലെന്നാണ് പ്രധാന പ്രശ്നം. നീരാവിയെ രാസവസ്തുക്കളുടെ സഹായത്തോടെ വെള്ളത്തുള്ളികളാക്കി മാറ്റി കൃത്രിമ മഴ പെയ്യിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രധാനമായി 3 ഘട്ടമായിട്ടാണ് ഇത് ചെയ്യുക. ആദ്യമായി ചിതറി അലയുന്ന ചെറുമേഘങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഇതിന് പിന്നാലെ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കും. ഒരു നിശ്ചിത പ്രദേശത്തുള്ള മേഘപടലങ്ങളെയെല്ലാം നമുക്ക് മഴ പെയ്യിക്കേണ്ട സ്ഥലത്തിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തുന്നത്. അടുത്തതായി ചെയ്യുന്നത് വെള്ളത്തുള്ളികൾ രൂപമെടുക്കുക എന്നതാണ്. അതിനായി നീരാവിയുടെ സൂക്ഷ്മ കണികകൾ ഒരുമിച്ച് കൂട്ടുകയും ചില രാസവസ്തുക്കൾ ഈ ഒരുമിച്ച് കൂട്ടലിന് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ആ ചെറു ജലകണകങ്ങൾ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന യുറേനിയം, അമോണിയം നൈട്രേറ്റ്, കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറി കൊടുക്കുന്നതാണ്. പിന്നീട് ഇതിന് ചുറ്റുമാണ് ജലകണകങ്ങൾ രൂപപ്പെടുന്നത്. മഴ പെയ്യുന്നതിന് ആവശ്യമായ വലിപ്പവും ഭാരവുമുള്ള ജലത്തുള്ളികളായി ഈ ചെറു ജലകണങ്ങൾ രൂപം കൊള്ളുകയാണ് അടുത്തതായി വേണ്ടത്. ഇതിനായി സിൽവർ അയഡൈഡ്, ഡ്രൈ ഐസ് എന്നീ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കും. ഇതോടെ ജലകണികകൾക്ക് വലിപ്പം കൂടുകയും ഗുരുത്വാകർഷണം മൂലം മഴയായി താഴേക്ക് പതിക്കുകയുമായിരിക്കും ചെയ്യുക. റാഡറുകളുടെ സഹായത്തിലാണ് ഈ മേഘങ്ങൾ ഏറെയും പ്രദേശങ്ങൾ കണ്ടെത്തുക. വിമാനത്തിന്റെ സഹായത്തോടെ റോക്കറ്റുകൾ ഉപയോഗിച്ച് മേഘപാളികളിൽ രാസവസ്തുക്കൾ വിതറുകയും ചെയ്യും. സിൽവർ അയഡൈഡ് വിതറി മഴ പെയ്യിക്കാവുന്ന തരത്തിലുള്ള മേഘങ്ങൾ കുറവാണെന്നതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്നാൽ ചെലവ് വളരെ കൂടുതലുമാണ്. മുടക്കുന്ന തുകയുടെ മൂല്യത്തിലുള്ള മഴ പെയ്യിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. 150 ചതുരശ്ര മീറ്റർ പ്രദേശത്ത് 2 മണിക്കൂർ മഴ പെയ്യിക്കണമെങ്കിൽ ഉദ്ദേശം 50 കോടി രൂപ വേണമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു റഷ്യൻ ഏജൻസി വെളിപ്പെടുത്തുന്ന കണക്ക്. 2050 ആകുമ്പോഴേക്കും ലോകത്ത് ജലത്തിലുള്ള ആവശ്യകത ഇപ്പോഴത്തേതിൽ നിന്നും 55% വർദ്ധിക്കുന്നതായിരിക്കും. ജനസംഖ്യാ വർധനയും നഗരവൽക്കരണവും ഊർജ്ജ, വ്യവസായ, കാർഷിക മേഖലകളിൽ വർദ്ധിക്കുന്ന ആവശ്യങ്ങളുമാണ് പ്രധാന കാരണം. കാർഷിക മേഖലയ്ക്കും വൻതോതിൽ ജലം ആവശ്യമായി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. UAEയുടെ മൊത്തം ജല ഉപയോഗത്തിന്റെ 34% കാർഷിക മേഖലയിലാണ് നിൽക്കുന്നത്. ഗാർഹിക വ്യാവസായിക ആവശ്യത്തിന് 32% മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മറ്റുമായി 15% ആവശ്യമായി വരുന്നുണ്ട്. കൃത്രിമമായി മഴ പെയ്യ്ക്കുന്ന പദ്ധതി പല വികസിത രാജ്യങ്ങളും നിലവിൽ നടപ്പിലാക്കുന്നുമുണ്ട്. മാറുന്ന കാലാവസ്ഥയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്തരം സംരംഭങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം.